കല്യാണം ആളെ ഏർപ്പാടൊക്കെയെന്ന് ആൾക്കറിയൂ? ഞാനോ? ഞാനല്ല, നമ്മൾ. പണി പാളിയ. എന്താടാ ഗിരീഷേ, ഇന്ന് തല്ലുകൂടാനൊന്നും പോന്നില്ലേ? ഓ, ഇന്നലത്തെ എൻ്റെ വേദന ഒന്ന് മാറട്ടെ. നല്ല വേദനയുണ്ടോ? ഓ, എന്ത് നിങ്ങളെ സാറിനെ അടിച്ച് പൊടിയാക്കിയാനെ. പിന്നെ അടിക്കാൻ കഴിയുമോ? ഇപ്പം എൻ്റെ കോളേജിലെ സാറിന് ഓർമ്മ വന്നു. അപ്പൊ അതാ. ഏത് കോളേജിലേടാ? ഓ, പണ്ട് നിനക്ക് കരപ്പം വന്നപ്പോ കിടന്ന മെഡിക്കൽ കോളേജിലാണാ? ആണോ? ഒന്ന് പോടാ. ഇത് ഗിരീഷേട്ടൻ വെച്ചോ. 4000 റുപ്പീസ് ഉണ്ട്. ഇനി കുറച്ചു ദിവസം ജോലിക്കൊന്നും പോവാൻ പറ്റില്ലല്ലോ. ഓ, എടാ ഉളുപ്പില്ലാത്തവനെ, കൊച്ചിന്റെ കാശ് തിരിച്ചു കൊടുക്കടാ. എടാ തിരിച്ചു കൊടുക്കാൻ. കുഴപ്പമില്ല ആന്റി, മമ്മി പറഞ്ഞിട്ട് വന്നതാ. മമ്മി. എന്നാ ഞങ്ങള് പോട്ടെ. ഓ, ബൈ, സീ യു. പെടുക്കാനിരിക്കുമ്പോ ഇതാരാ? ഇവനോ? എന്താടാ? എടാ ആംബ്രോസേ, അൻമരി വന്ന് പിന്നെ കുറെ കാശ് തന്നടാ. ആണോ? പുതിയ കൊട്ടേഷൻ ആണോടാ? നീ കാശ് വാങ്ങിച്ചോ? എടാ ഇത് അതൊന്നും അല്ലടാ. നീ ആദ്യം ഇങ്ങ് പെട്ടെന്ന് വാ, രണ്ടെണ്ണം അടിക്കാം. അതിനായിരുന്നോ? നീ നേരെ ദൈവസഹായം ബാറിലോട്ട് വാ. എടാ ഒരു മിനിറ്റ്, അവിടെ ആ കൊച്ചിന്റെ അമ്മയാന്നാ തോന്നേ. ഇപ്പൊ വിളിക്കാം. ഗിരീഷ് തിരക്കിലാണോ? അല്ല മേഡം. ആൻ രാവിലെ തന്നെ എന്നോട് കള്ളത്തരം പറഞ്ഞ് കാശ് മേടിച്ചപ്പോഴേ എനിക്ക് അറിയായിരുന്നു ഗിരീഷിന് തരാനായിരിക്കുന്നു. അവളുടെ ചെറിയ സേവിങ്സ് മൊത്തം അതിലുണ്ട്. അത് സാരില്ല ഗിരീഷ്, അത് വെച്ചോളൂ. മോളുടെ ചില കാര്യങ്ങളിൽ എനിക്ക് വേണ്ട പോലെ ശ്രദ്ധിക്കാൻ കഴിഞ്ഞില്ല. അതുകൊണ്ടാ അവക്കൊരാവശ്യം വന്നപ്പോൾ അറിഞ്ഞോ അറിയാതെ ഗിരീഷിന് വരേണ്ടി വന്നത്. ഗിരീഷിന് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഞാൻ കുറച്ച് പൈസ തരട്ടെ? വേണ്ട മേഡം. മോള് വിളിച്ച വാടകയുണ്ടെങ്കിൽ അമ്മ പൈസ തരാന്നൊന്നും വിചാരിക്കണ്ട. എന്റെ ശ്രദ്ധക്കുറവ് കാരണം ഗിരീഷിനുണ്ടായ ബുദ്ധിമുട്ട് അതിനുള്ള കോമ്പൻസേഷൻ ആയിട്ട് കണ്ടാൽ മതി. കുഴപ്പമില്ല മേഡം. പോട്ടെ എന്നാ. ആ പിന്നെ ഒരു കാര്യം കൂടി, ഗിരീഷിന്റെ മോളെ കാണരുത്. യു മൈറ്റ് ബിക്കം എ ബാഡ് ഇൻഫ്ലുവൻസ് ഓൺ ഹർ. പ്ലീസ്. ഓ എൻ്റെ കർത്താവേ, ഇതുപോലെ ആരെങ്കിലും സാധാപ കാശോ വേറെന്തെങ്കിലുമൊക്കെ ആയിട്ട് എന്നും കാശ് കൊണ്ടും തന്നാ മതിയായിരുന്നു ഇല്ലേ? ഗിരീഷ്, ബാറ് കൂട്ടാറായി. രാവിലെ വന്നില്ലേ? വെറുതെ അല്ലല്ലോ, കാശ് മേടിച്ചിട്ടല്ലേ. ഇറങ്ങി പോടാ. ഹലോ, ഉടക്കാതെ സ്ഥിരം കേൾക്കണത് തന്നെ നാറികളൊക്കെ. അവൻ എന്നെ തെറി പറഞ്ഞടാ. എടാ ആംബ്രോസേ, എന്തോ? നമ്മൾ ജീവിതത്തിൽ എത്ര ആൾക്കാരെ പറ്റിച്ചു കാണും? കാക്കത്തൊള്ളായിരം. ആ 900 പ്രാവശ്യം തോന്നാത്ത ഒരു കാര്യം എനിക്കിപ്പോ തോന്നി. എന്തോന്ന്? മനസാക്ഷി കുത്ത്. എന്നാ കുത്താ? എനിക്ക് ആ കൊച്ചിന്റെ മൊബൈൽ ഫോൺ തിരിച്ചു കൊടുക്കണം. എടാ നാളെ പൂസ് ഇറങ്ങുമ്പോ ഈ മനസാക്ഷി കുത്തൊക്കെ ഇറങ്ങി പോടാ. ഇരുന്ന് കള്ളുടിയടാ. ഇതങ്ങനെയൊന്നും ഇറങ്ങിപ്പോവില്ല. ഒരുപാട് പേരെ പറ്റിച്ചിട്ടുണ്ടെങ്കിൽ ഒരു കൊച്ചു കുഞ്ഞിനെ പറ്റിക്കുന്ന ഇത് ആദ്യമായിട്ടാ. അന്ന് തല്ലുകൊണ്ട് കിടന്നപ്പോൾ അവളെ ഉണ്ടായിരുന്നുള്ളൂ ആശുപത്രിയിൽ എത്തിക്കാൻ. നീ ഓട്ടോ ഓഫ് പോലും ചെയ്യാതെ ഓടി രക്ഷപ്പെട്ടില്ലേ? പറ്റിച്ചെന്ന് മനസ്സിലായിട്ടും അത് പിന്നെയും കാശ് കൊണ്ട് തന്നു. പാവം. അതിൻ്റെ അപ്പം വാങ്ങി കൊടുത്ത സമ്മാന മൊബൈല്. അതിനെ പറ്റിച്ച അത് ദൈവം പോലും പൊറുക്കില്ല. എടാ ഗിരീഷേ, എടാ നില്ലടാ. എടാ കള്ളു കുടിച്ചു കഴിഞ്ഞാൽ ഇതൊക്കെ എല്ലാവർക്കും വരുന്നതാടാ. എടാ നോട്ട് ഫോറിന്റെ പൗച്ച് വന്നാ? ഇന്നലെ വന്നു. എടുത്തു ചേട്ടാ. ഈ ഫോണൊന്ന് വെള്ളത്തിൽ പോയി, ഇപ്പൊ ഓണാവണില്ല. ഓണാക്കിയാ? ഇല്ല, ഓണാക്കിയില്ല. ഓണാക്കണോ? ഓണാക്കരുത്. എടാ വെള്ളത്തിൽ പോയ ഫോൺ ഒരിക്കലും ഓണാക്കരുത്. അത് നമ്മള്
ചേട്ടാ യ്യോ. നമ്മള് ഈ വെള്ളത്തിൽ പോയി ഫോണ്ടല്ലോ നമ്മൾ സക്ക് ചെയ്തതിൻ്റെ ഉള്ളിൽ വെള്ളം എടുക്കണം എന്നാലേ പറ്റുള്ളൂ. ഇതെങ്ങനെയാ വെള്ളത്തിൽ പോയത്? അത് ഞാനിങ്ങനെ വാഷ് ബേസിൽ കുനിഞ്ഞപ്പോഴേ പോക്കറ്റ് നേരെ ക്ലോസറ്റിൽ പോയി. യ്യോ, എടാ നീ ആ സുഖുവിന്റെ അടുത്ത് മേടിച്ച ഫോൺ എന്താ ചെയ്തേ? സുഖുവിന്റെ അടുത്ത് മേടിച്ച ഫോൺ എന്താ ചെയ്തേന്ന്? സുഖുവിന്റെ അടുത്ത് മേടിച്ച ഫോൺ മേടിക്കാൻ വന്നേക്കണം. പറയടാ. അത് ഞാൻ വിറ്റി. അതുകൊണ്ടുണ്ടായ നഷ്ടം ഞാൻ അതുകൊണ്ട് തന്നെ തീർത്ത്. എന്തേ നാളോ? ഒന്നുമില്ല, എനിക്ക് ആ ഫോണും തിരിച്ചു വേണം. നീ അതാർക്കാ പറ്റേ? ഇപ്പൊ കിട്ടും. നല്ല ഒന്നാമതൊരു മോന അതുകൊണ്ട് വെക്കണത് അറിയാമോ? ആര്? ബേബിയടാവേ, എടാ ഞാനാണ് ബേബി. MA ബേബി അല്ലടാവേ, പെരുങ്കുടി ബേബി. ഇവന് ചെവിയും കേൾക്കത്തില്ല. മനപ്പൂർവ്വം ഒന്നും അല്ലടാവേ, ഞാൻ എൻ്റെ ഫോണൊന്ന് മാറ്റിയായിരുന്നു. അപ്പൊ ഈ പുതിയ ഫോണിലേക്ക് ആ നമ്പറൊക്കെ കയറ്റി കഴിഞ്ഞപ്പം ബാധിരയായി. അതുകൊണ്ടാ വിളിക്കായിരുന്നേ. എന്നതാ പുതിയൊരു കമ്പനി ഇല്ലയോടാ? ചക്കയോ മാങ്ങയോ? എടാ ജോഷിയെ, ഈ ഫോണിന്റെ പേരെന്നാടാ? അത് തന്നെ, ആപ്പിള്. നമ്മുടെ സാബു ഇല്ലയോ, അവൻ പറഞ്ഞു പുതിയ ഫോൺ അയച്ചാൽ ആരും ഉപയോഗിച്ചിട്ടൊന്നും ഇല്ലാന്ന് പറഞ്ഞപ്പം ചുളു വിലക്ക് ഞാനിതൊക്കെ മേടിച്ചു. കൊള്ളാം കേട്ടോ. പിന്നെ നിനക്കൊക്കെ ഒരു കംപ്ലൈന്റ് ഉണ്ടായിരുന്നല്ലോ, ഞാൻ ഈ തോണ്ടുന്ന ഫോൺ ഉപയോഗിക്കുന്നില്ല എന്ന്. എന്നാ പിന്നെ ഞാനും അങ്ങ് വിചാരിച്ചു തോണ്ടിയേക്കാവന്ന്. പിന്നെ നമുക്ക് മറ്റേതൊരു 3.5 കോടിക്ക് അങ്ങ് ഉറപ്പിക്കാം. 1/2 കോടി പോയിട്ട് 1/2 കൂട്ടി തരികയല്ല. പറ്റുവാന്നേ വിളി, ഇല്ലേ വിടറാവേ. കൊള്ളാം കേട്ടോ ജോഷിയെ നമ്മുടെ ഫോൺ. ഇതാവുമ്പം പിടിക്കാനൊക്കെ നല്ല ഒരു ഇതാ. പിന്നെ നീ എന്ന് പോകുന്നെന്നാ പറഞ്ഞേ? 2 ആഴ്ചക്കുള്ള. 2 ആഴ്ച? നീ എന്നാത്തിനാടാവുക ഗൾഫിൽ പോകുന്നേ? ബേബിച്ച എന്നെ വളയം പിടിക്കുമ്പം ഇത് തന്നെ അല്ലയോടാ ഗൾഫ്. നിനക്കൊക്കെ ഞാൻ എന്നെങ്കിലും കുറവ് വരുത്തിയിട്ടുണ്ടോടാവേ? അതല്ല ചായോ, അവളങ്ങ് ഗൾഫിൽ നഴ്സല്ലായോ. ഞങ്ങളെ അക്കരെ ഇക്കരെ നിൽക്കുന്ന അത്ര നല്ലതല്ലെന്ന് അമ്മച്ചി പറയുന്നത്. അമ്മച്ചി ഈ പ്രായത്തിലും അങ്ങനെയൊക്കെ പറഞ്ഞോടാവേ. എന്നാ പിന്നെ ഒരു 2 ദിവസത്തിനകം നീ അങ്ങ് ഇറങ്ങിക്കോ. 2 ആഴ്ചയൊക്കെ പോകാനുള്ളതല്ലേ. ഞാൻ വേറെ ഏതെങ്കിലും ഒരുത്തനെ വെച്ചോളാം, അല്ലെങ്കിൽ ഞാൻ തന്നെ അങ്ങ് ഓടിച്ചോളാം. എൻ്റെ വിരിയാന്ന് വിചാരിക്കും. അതാ പിന്നെ വന്നല്ലോ. ബേബിയാ മാതച്ചോ, അവധി പറയാനാന്ന് നീ വിളിക്കണ്ട കേട്ടോ. നടക്കുകയല്ല എൻ്റെ പൊന്നു മാതച്ചാ, നടക്കുകയല്ല. ഞാൻ എന്താ കമ്പനിയിലെത്തി, പിന്നെ വിളിക്കാം. ആഫീസിലോട്ട് വാടാവേ. ഇതൊക്കെ ഇവിടെ വെച്ചാന്നോ പറയുന്നത്? എന്നതാണ് ഔഷധേ? നമ്മുടെ ആനച്ചേട്ടൻ്റെ അടുത്ത് പുതിയൊരു ആന. നീ ആ പാമ്പാടി രാജൻ എന്ന് പറഞ്ഞ് കുറെ കാലം എന്നെ പറ്റിച്ചതാ കേട്ടോ. നീ ആനക്കാരും പറഞ്ഞ് എന്റെ കണ്ണുമെട്ടത്ത് വന്നു പോലും. ഇതാരാടാവൂ? എനിക്കറിയാമല്ല. നീ ഏതാടാ കുഞ്ഞേ? എന്നതാ വേണ്ടേ? ഞാൻ സാറിനൊന്ന് കാണാവുന്നതാ. സാർ? അതിനിവിടെ സാറന്മാരും ഇല്ലല്ലോ. സാറിനെ നീ എന്നെയാണോ സാറേ എന്ന് വിളിച്ചേ? എന്നാ പിന്നെ പെട്ടെന്ന് അങ്ങോട്ട് പറഞ്ഞാട്ടെ, സാറിന് പോയിട്ട് ഒരുപാട് കാര്യമുള്ളതാ. ഞാൻ സാറിന്റെ ഈ മൊബൈൽ വാങ്ങാൻ വന്നതാ. ഷീടാ, പാവപ്പെട്ടവൻ ഒരു മൊബൈൽ മേടിച്ചപ്പോ എന്താ പിറ്റേന്ന് കാലത്ത് തന്നെ അത് വാങ്ങാൻ ആള് വന്നിരിക്കുന്നു. ആട്ടെ, നീ ഇതിന് എന്നാ തരും? എന്റെ കാശൊന്നുമില്ല. പിന്നെ സ്വർണ്ണമായിട്ടാ? ഞാൻ എന്തെങ്കിലും ജോലിയൊക്കെ എടുത്ത് വീട്ടിൽ കൊള്ളാം. നീ ആള് കൊള്ളാലോടാവേ. എന്നതാ പേര്? ഗിരീഷ്. എവിടാ താമസിക്കുന്നേ? ലക്ഷം വീട് കോളനി. എവിടാ? ലക്ഷം വീട് കോളനി. ലക്ഷം വീട് കോളനിയിലാന്നോ? എന്നാ പിന്നെ ഞാനൊരു കാര്യം ചെയ്യാം. ഈ പെരുങ്കുടി ഗ്രൂപ്പ് ഓഫ് കമ്പനീസ് ഒക്കെ ഇല്ലേ, ഞാനിതൊക്കെ നിന്റെ പേർക്ക് എഴുതി തരട്ടെയോ? നീ എന്നാലും ജോലി അതങ്ങ് വീട്ടിയാ മതി. പോയി എവിടെയെങ്കിലും പോയി വല്ല ജോലിയും ചെയ്ത് ജീവിക്കാൻ നോക്കടാവേ. എന്നിട്ടേ കൊക്കിൽ ഒതുങ്ങുന്നേ കൊത്താവൂ കേട്ടോ. ചെല്ലു പോടാവേ. കൊള്ളാവല്ലോ, എന്നാ ഡിമാൻഡാ. കുറെ നേരത്തെ വാങ്ങേണ്ടതായിരുന്നു.